കഴിഞ്ഞ കുറച്ച് വീഡിയോയിൽ നമ്മൾ ഈസി റണ്ണും റിക്കവറി റണ്ണും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഹാർട്ട് റേറ്റ് ട്രാക്കിങ്ങിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ റണ്ണിങ് ബേസ് ഉണ്ടാക്കാൻ ഈ റണ്ണൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ സ്പീഡ് വർക്ക്. സോ നിങ്ങൾ ഈസി റണ്ണും റിക്കവറി റണ്ണും മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഹാർട്ട് റേറ്റ് കൺട്രോൾ ചെയ്ത് ഓടാൻ അത്ര ഈസി ആയിരിക്കില്ല. സോ അതിൻ്റെ കൂടെ വീക്കിലി ഒരു 1-2 സെഷൻസ് ആഡ് ചെയ്യേണ്ടതാണ് സ്പീഡ് വർക്ക്. സോ സ്പീഡ് വർക്ക് നിങ്ങൾക്ക് ബേസിക്കലി 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ഒരു ടെമ്പോ റൺ, അതായത് ഒരു കൺസിസ്റ്റൻറ്റ് റേസ് പേസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു നിശ്ചിത അളവിൽ നിങ്ങൾക്ക് ഓടിക്കൊണ്ട് ചെയ്യുന്നതിന് ടെമ്പോ റൺ എന്ന് പറയാം. അതായത് നിങ്ങളുടെ ഇപ്പോൾ ഒരു റേസ് പേസ് 5:20 ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5:30, 5:40 റേഞ്ച് പിടിച്ച് ഒരു 5 കിലോമീറ്ററോ 10 കിലോമീറ്ററോ കൺസിസ്റ്റൻ്റ്ലി ഓടാൻ പറ്റുന്നതിന് നമുക്ക് ടെമ്പോ റൺ എന്ന് പറയാം. സോ ടെമ്പോ റൺ എപ്പോഴും നമ്മൾ അത്യാവശ്യം ഒരു ഇൻറ്റൻസിറ്റിയിലായിരിക്കും ഓടുന്നത്. ഈസി റണ്ണ് നിങ്ങളൊരു 20-30% ഇൻറ്റൻസിറ്റിയിലാണ് ഓടുന്നതെങ്കിൽ സ്പീഡ് വർക്ക് നമ്മൾ കുറച്ചും കൂടെ ഹൈ ഇൻറ്റൻസിറ്റി ആയിരിക്കും, ഒരു 60-80% ഇൻറ്റൻസിറ്റിയിലായിരിക്കും നിങ്ങൾ ഓടുന്നത്. അതേപോലെ തന്നെ ഇൻ്റർവെൽസും ചെയ്യാം. ഇൻ്റർവെൽസ് ബേസിക്കലി നിങ്ങൾ ഇപ്പം ട്രാക്കിലാണ് ചെയ്യുന്നതെങ്കിൽ, ഞാൻ ട്രാക്കിലാണ് ഇൻ്റർവെൽസ് ചെയ്യാറുള്ളത്. സോ ട്രാക്കിലാണ് നിങ്ങൾ ഇൻ്റർവെൽസ് ചെയ്യുന്നതെങ്കിൽ ഒരു ലാപ്പ് ഒന്നുമില്ല, അതായത് 400 മീറ്ററിന് ഇൻ്റർവെൽസ് ആയിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2.5 ലാപ്പ് ഓടി ഒരു 1000 മീറ്ററിന് ഇൻ്റർവെല്ലായിട്ട് 5 ഇൻ്റർവെൽ ചെയ്ത് 5 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യാം. സോ ഇൻ്റർവെൽ ട്രെയിനിങ് ടെമ്പോയിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആണ്. കാരണം നിങ്ങൾ ഫുൾ എഫേർട്ടിലായിരിക്കും ഓടുന്നത് ഒരു ഇൻ്റർവെൽ സെഷൻ. അതായത് ഇപ്പോൾ നിങ്ങൾ 400 മീറ്ററിൻ്റെ ഇൻ്റർവെല്ലാണ് ഓടുന്നതെങ്കിൽ 400 മീറ്റർ നിങ്ങൾ ഫുൾ എഫേർട്ടിലായിരിക്കും ഓടുന്നത്. മാക്സിമം സ്പീഡിനായിരിക്കും നമ്മൾ ഇൻ്റർവെൽ റൺസിൽ എംഫസിസ് കൊടുക്കുന്നത്, അല്ലാതെ എൻഡ്യൂറൻസിനോ അല്ലെങ്കിൽ എറോബിക് ബേസിനോ ആയിരിക്കില്ല. മാക്സിമം നമ്മുടെ ടോപ്പ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനായിരിക്കും നമ്മൾ ഇൻ്റർവെൽസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം സ്പീഡിൽ ഒരു ലാപ്പാണ്. ഇപ്പോൾ 400 മീറ്ററിൻ്റെ ഇൻ്റർവെല്ലാണെങ്കിൽ ഒരു ലാപ്പ്, അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1000 മീറ്ററിൻ്റെ ഇൻ്റർവെല്ലാണെങ്കിൽ നിങ്ങൾ 2.5 ലാപ്പ് ഫുൾ സ്പീഡിൽ ഓടിയതിന് ശേഷം ഒരു ചെറിയ പീരീഡ് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും. സോ സ്പീഡ് വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഓവറോൾ ഒരു റണ്ണിങ് പെർഫോമൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ പറ്റുള്ളൂ. സോ ഒരു ഐഡിയൽ ട്രെയിനിങ് പ്ലാനിൽ ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈസി റൺസ് കാണും, റിക്കവറി റൺസ് കാണും, സ്പീഡ് വർക്ക് കാണും, അതിൻ്റെ കൂടെ ലോങ് റൺസും കാണും. സോ ലോങ് റൺസിനെ പറ്റി നമുക്കിനി വരുന്ന വീഡിയോയിൽ കവർ ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ റണ്ണിങ് കണ്ടൻറ്റും ടിപ്സും അപ്ഡേറ്റ്സും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.